ഹായ് ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും അമ്മയും കൂടെ ഇന്നൊരു ഗെയിം കളിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ കുറച്ച് കടങ്കഥ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനും കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, അമ്മയും കുറച്ച് കടങ്കഥ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചോദിക്കും. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഗെയിം. അപ്പൊ നമുക്ക് തുടങ്ങാം. 9 കടങ്കഥ എഴുതിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും 9 കടങ്കഥ എഴുതി. ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങാം ഗൈസ്. പിടിച്ചാ പിടി കിട്ടില്ല, വെട്ടിയാൽ വെട്ടേൽക്കില്ല. വരാം. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, നമ്മുടെ ലൈഫിൽ എപ്പോഴും. പിടിച്ചാ പിടി കിട്ടില്ല, വെട്ടിയാൽ വെട്ടേൽക്കില്ല. അരി കഴിയുന്നത് അതുമായിട്ട് റിലേറ്റഡാവണം. അരി പിടിച്ച പിടി കിട്ടൂല. അല്ലല്ല, കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളോ? അല്ല, ഒറ്റ വാക്കായിട്ട് പറ. പാനീയം. പാനീയം തന്നെ. ഓ പറ. കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം എല്ലാരും കുടിക്കോ? ഇല്ല. ചോറ്. ചോറ് പിടിച്ചാ പിടി കിട്ടൂലേ? വെട്ടിയാ വെട്ടയൊക്കെയും ചെയ്യും. വെള്ളം. വെള്ളം. വെള്ളമാണ് ആൻസർ. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞേ. ഓക്കെ, ചോദിച്ചോ. 5 പക്ഷികൾ കൂടി ഒരു മുട്ടയിട്ടു. ഉച്ചയ്ക്ക് കഴിക്കുന്ന അതില്ലാതെ പറ്റൂല. വയറ് നിറച്ചും കഴിക്കുന്ന ഒരു സാധനമാണ്. വയറ് നിറ ചോറ്. അതെങ്ങനെ? 5 പക്ഷികൾ, 5 വിരല് മുട്ടയിട്ട് ഒരു പിടി. അത് സൂപ്പറാണ്. അത് ടിക്കട്ടോ. അടുത്ത ഞാൻ ചോദിക്കട്ടോ. പൂകും കുയിലല്ല, ഓടും ജീവിയല്ല. പൂകും, അത് വെച്ച് ആലോചിച്ച് നോക്ക്. അതൊരു ക്ലൂ ആണ്. ഉറുമ്പ്. ജീവിയല്ല. ജീവിയല്ല. ആ കൂകും വെച്ച് കണ്ടുപിടി. അത് കാർട്ടൂണായിട്ടൊക്കെ കണക്ട് ചെയ്യ്. പിള്ളേരെ കാർട്ടൂണൊക്കെ ആയിട്ട് ആലോചിക്ക്. കൂകും വെച്ചിട്ട് ആലോചിക്കുക. അതൊരു ക്ലൂ ആണ്. അതിൽ കൂടുതൽ വേറൊരു ക്ലൂ തരാൻ പറ്റൂല. വേറൊരു ക്ലൂ ഞാൻ കൊടുത്താൽ മതി, മനസ്സിലാവും. ട്രെയിൻ. ഓ, അതിന് മലയാളത്തിൽ പറ. തീവണ്ടി. അതാണ് ആൻസർ. അപ്പൊ രണ്ടുപേർക്കും ഒരേ പോയിന്റ്സ് ആയേ. ചോദിക്ക്. ഇപ്പോൾ കുത്തിയ പുതിയ കിണറിൽ 500 കളപ്പരല്. കളപ്പരല്. ചോറാണോ ഉദ്ദേശിക്കുന്നത്? കഞ്ഞി. ചോറിന് മുമ്പ് ഒരു ഇതുണ്ട്. അരി തിളക്കി. അരി തിളക്കുന്നതാ ആൻസർ. ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യനാ. ഓക്കെ, പക്ഷെ അമ്മ ഒരുപാട് ക്ലൂ തന്നു കേട്ടാ. അത്രയും ക്ലൂ ഒന്നും വേണ്ട, അങ്ങനെ പറയണ്ട. ഭയങ്കര രസമില്ല. എനിക്ക് പിന്നെ രണ്ടുപേരും എല്ലാം പറയൂലേ. അങ്ങനെ വേണ്ട. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണേ. കൊമ്പുണ്ട് കാളയല്ല, തണലുണ്ട് കാലുണ്ട് കുടയല്ല. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് ക്ലൂ. കുമ്മൾ. പ്രകൃതിയായിട്ട് ആലോചിച്ച് പുറത്തൊക്കെ. ഇപ്പൊ ഞാൻ ഉത്തരം കൂടെ പറഞ്ഞേരെ. മരം. മരം. മഴ വരുന്ന ആൻസർ, കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനെ ഇനി അമ്മ പറ. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ കുഞ്ഞിക്കിണ്ണം തുള്ളിത്തുള്ളി. കുഞ്ഞിക്കിണ്ണം തുള്ളിത്തുള്ളി. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്തായിരുന്നു? മരം. ഇപ്പൊ പറഞ്ഞത് ഞാൻ ഇതിനു മുമ്പ് ഒരു ആൻസർ ഞാൻ പറഞ്ഞതാണത്. എന്നെ മതി. ഇനി ഞാൻ ആലോചിച്ച് പറയാം. അരി തിളയ്ക്കുന്നതാ. അടുത്ത പറയട്ടാ. വലിയ വീട്ടിൽ നിറയെ ചെറിയ വീടുകൾ. ഇത് താമസിക്കുന്നതുമായി ബന്ധപ്പെട്ടത് തന്നെ. വലിയ വീട്ടിൽ നിറയെ ചെറിയ വീടുകൾ. ഒരു ക്ലൂ കൂടെ തരാം. സിറ്റി. ബസ്. പക്ഷെ അതൊക്കെ അല്ല, അതല്ല. അറിയില്ല. ഫ്ലാറ്റ്. എനിക്ക് 4 വയസ്സ്. 4 വയസ്സാ. 4 പോയിന്റ്സ്. ഞാൻ മോഹിക്കും. കറിക്ക് മുമ്പിൽ ഇലയ്ക്ക് പിമ്പിൽ. കറിക്ക് മുമ്പിൽ ഇലയ്ക്ക് പിമ്പിൽ. ഇത് എവിടെ കേട്ടിട്ടുണ്ട്? നമ്മളെ വീട്ടിൽ വളർത്തുന്നതുമാണ്. മുളക്. ഇല്ല, ഇനി പറയില്ല. നല്ല മണമാണ്. ഇനി പറയില്ലെന്ന് പറഞ്ഞിട്ട്. കറിക്ക് മുമ്പിൽ ഇലയ്ക്ക് പിമ്പിലല്ലേ? കറിവേപ്പില. നീ ചോദിക്കണം 5-ാമത്തെ. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതുവരെ കേട്ടില്ല. കാല് കൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. ജീവികളല്ല. നമ്മളെ വീട്ടിലേക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. അമ്മയാണെങ്കിൽ പ്രത്യേകിച്ചും കുറെ യൂസ് ചെയ്യും. ഞാൻ ഇപ്പോഴും അമ്മയടുത്ത് പറയും, ഇത് ഇത്രയും വേണ്ടെന്ന് പറയും.
ഉപ്പ്, വെളിച്ചെണ്ണ. പാല് കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. തല കൊണ്ട് മുട്ടയിട്. ജീവിയല്ല. അമ്മ അന്തം വിട്ടൊക്കെ നോക്കണം. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളെ വീട്ടിൽ ഒരെണ്ണമുണ്ട്. ഇനി അമ്മ ആലോചിച്ച് പറഞ്ഞു. അതിന്റെ ഒരു സാധനം നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാവരും വീട്ടിലും നമ്മളിവിടെ എല്ലാവരും നോർമലായിട്ട് എപ്പോഴും ഉപയോഗിക്കും. നമ്മൾ കടയിൽ നിന്ന് അത് വാങ്ങുകയാണ് ചെയ്യണം. അറിഞ്ഞൂടല്ല. പറയട്ടാ. തെങ്ങ്. കാല് കൊണ്ട് മുട്ടയിട്ട് കാല് കൊണ്ട് വെള്ളം കുടിക്കും. തെങ്ങ് അടിയിൽ നല്ല വെള്ളം കുടിക്കണം. കാല് കൊണ്ട് വെള്ളം കുടിക്കും. തല കൊണ്ട് മുട്ടയിടും. എത്ര ആലോചിച്ചാലും എനിക്ക് രണ്ട്. ഇവിടെ ഒരെണ്ണല്ലേ ഉള്ളത്. തെങ്ങ് അത് അഞ്ചാമത്തെ അല്ലേ? കുപ്പായ മോരി കിണറ്റിലിട്ടു. ദൈവം നമ്മള് തൊട്ടി. കുപ്പായം ഇത് മുടങ്ങാതെ നമുക്കുള്ള നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. വലുതുമുണ്ട് ചെറുതുമുണ്ട്. മാമൻ വാങ്ങിച്ചു തന്ന സാധനമാണ്. കഴിക്കുന്ന ഒരു സാധനമാണ്. അത് വേവിച്ചും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. പച്ചക്ക് വേവിച്ച് കഴിക്കും. ഒരു മലക്കറിയായിട്ടുള്ള സാധനമാണ്. കിഴങ്ങാണ്. ഇനി പറയില്ല. പെട്ടെന്ന് മനസ്സിലാവാന്ന് നമ്മൾ സാധാരണ ഇതിനെ പറയുന്ന ഈ ചോദ്യം വേറെ രീതിയിലാണ് പറയുന്നത്. കുപ്പായം മൂരി കിണറ്റിലിട്ടു. ദൈവമേ, ഇത് അത് കൊച്ചു പിള്ളേർക്ക്. അയ്യോ, എനിക്കത് അത് ഞാനും ഇനി പെട്ടെന്ന് പറയുമെന്നാണ് വിചാരിച്ചത്. പഴമായിരുന്നോ? അതിന്റെ തൊലി ഊരി നമ്മളെ വയറ്റിലല്ലേ. അത് മറച്ചു ഞാൻ ഇപ്പൊ കാണുന്നില്ല. ഓക്കെ. ഇനി ആറാമത്തെ ചോദ്യം. മൂളും വണ്ടി മുച്ചക്ര വണ്ടി. മൂളും സാധാരണക്കാരന്റെ വാഹനം. കാളവണ്ടി. സാധാരണക്കാർ ഇപ്പോഴും ഉപയോഗിക്കുന്നത് കാളവണ്ടി. അതായത് സൈക്കിള്, ബൈക്ക്, കാറ്. സാധാരണക്കാരന്റെ വണ്ടിയാ കാറ്. കാറിലാണ് സാധാരണ നമ്മളെ ചന്തയിലൊക്കെ. ബസ്. മുച്ചക്ര വണ്ടി. മൂളും വണ്ടി മുച്ചക്ര വണ്ടി. ഓട്ടോറിക്ഷ. സാധാ കാളവണ്ടി എന്നൊക്കെ സാധാരണക്കാരന് സൈക്കിള്. കാളവണ്ടി ഇപ്പൊ ആരെങ്കിലും ഉപയോഗിക്കോ? കളിക്കാൻ പോകുമ്പോൾ കുഴഞ്ഞു മറിഞ്ഞ് കുളിച്ചു വരുമ്പോൾ ബലാബലം. ദൈവമേ, അത് കളിക്കാൻ പോകുമ്പോ കുഴഞ്ഞു മറിഞ്ഞ് കുളിച്ചു വരുമ്പോ ബലാബല. ചോറിൻ്റെ കൂടെ കഴിക്കും. ഏതൊരു സദ്യക്കും അതില്ലാത്തൊരു സാമ്പാർ ഇല്ല. പപ്പടം. അടുത്തത് തേങ്ങാപ്പൂളൊരു തേങ്ങാ മുറിയായി. തേങ്ങാപ്പൂളൊരു ഇത് അറിയാവുന്ന ഒരു നമ്മളെപ്പോഴും കാണുന്ന ഒരു സംഭവം. എല്ലാവർക്കും ഇഷ്ടമാണ്. കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. കൂട്ടി തിന്നാൻ ഒന്നാം തരം. ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട. കഴിക്കുന്ന ആഹാരം ഇത് ചേർക്കാതെ ഒരു ആഹാരം കഴിക്കണം. ഒറ്റയ്ക്കായ ആർക്കും വേണ്ട. മഞ്ഞളാ. ഇങ്ങനൊന്നല്ല പറ്റത്തില്ല. എണ്ണ ഇല്ലെങ്കിലും കഴിക്കാം. ശരിയാണ്. മുളക് പൊടിയും കഴിക്കാൻ പറ്റുമല്ലേ? കൂട്ടി തിന്നാൻ ഒന്നാം തരം. ഉപ്പ്. കൊച്ചിയിൽ വിതച്ചത് കൊല്ലത്ത് കാച്ചും. ഇതിന് പക്ഷെ 3 ആൻസർ ഉണ്ട്. ഇതിൽ ഏത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. വെള്ളരി. വെള്ളരിയിലെ ആൻസർ ഉണ്ടായിരുന്നു. ഇതിന് 3 ആൻസർ ഉണ്ട്. മത്തൻ, കുമ്പളം, വെള്ളരി. ഇതറിയായിരുന്നു. കയ്യിൽ കയറി മെയ്യിലൊഴിച്ചു. കൈ കൊണ്ട് ഉപയോഗിക്കുന്ന. കയ്യിൽ കയറി മെയ്യിലൊഴിച്ചു. മോതിരം. കഴിക്കുന്ന സാധനം. ചോറ് ഉരുളാക്കുന്നത്. അത് പെട്ടെന്ന് കിട്ടിയേട്ടാ. പക്ഷെ ഞാൻ ഇതിന് മുന്നേ ചോദിച്ച അമ്മയും പെട്ടെന്ന് പറഞ്ഞല്ലേ. ചെമ്പ് നിറച്ചും പച്ചയിറച്ചി. ഇത് ഈസിയാണോ? ചെമ്പ് നിറച്ചും പച്ചയിറച്ചി. അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതൊരു ചെമ്പ് നിറച്ച് ചെമ്പ. കേട്ടില്ലല്ല. അപ്പൊ അമ്മ കേട്ടില്ല. ചെമ്പ് നിറച്ചും പച്ച ഇറച്ചി. ചക്ക. അല്ല, ചെമ്പ്. നമ്മളെ വീട്ടിൽ വാങ്ങാറില്ല. പക്ഷെ അത് വെള്ളത്തിൽ നിന്നാണ് കിട്ടണം. കഴിക്കുന്ന ഒരു സംഭവമാണ്. കറി വെച്ച് കഴിക്കുന്ന ഒരു സംഭവമാണ്. അമ്മയ്ക്കൊന്നും അങ്ങനെ അത് ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. അമ്മയ്ക്ക് ഇഷ്ടമല്ല. വരുമായിരിക്കും. കക്കയിറച്ചി. അതാണ് ആൻസർ. ചത്തവന്റെ വയറ്റിൽ ചുട്ടവനെ കയറ്റി. എന്റെ വയറ്റിൽ ചുട്ടവനെ കയറ്റി.
ചിക്കൻ മാംസങ്ങളെ അല്ല. മാംസമല്ല, നമുക്ക് ഇഷ്ടമുള്ളത് ചീര, കറിവേപ്പില, മുളക്, ഒരു- കാന്താരി. ഒരു വൃക്ഷമാണ്. ആണോ? ഞാൻ പറയില്ല. വാഴ, പഴം. ഇല്ല. വാഴ, പഴം, പഴമൊന്നുമല്ലേ? ഞാൻ വിചാരിച്ചപ്പോ പറയുന്നു. ചക്ക അല്ലേ? ചക്ക മുറിക്കുന്നത്. ഓ, ഓക്കേ. ചക്ക മുറിക്കുന്നത്. ചക്ക ചത്തത്, ചുട്ടവനെ ഇരുമ്പ് ചുട്ടതല്ലേ. ആ, ചക്കവന്റെ വയറ്റിൽ ചുട്ടവനെ കയറ്റി. ഞാനാണ് ജയിച്ചിരിക്കുന്നത്. ഞാൻ എളുപ്പമെല്ലാം പറഞ്ഞു. പക്ഷെ എനിക്ക് ഒന്നും പിടികിട്ടിയില്ല. ചിലതൊന്നും പക്ഷെ കൊള്ളായിരുന്നല്ലേ. 9 എഴുതി വെച്ചല്ലേ മാർക്ക്. എനിക്ക് 10ഉം അമ്മയ്ക്ക് 8ഉം. 2 ഞാൻ സ്കോർ ചെയ്തു അമ്മേനേക്കാളും. പക്ഷെ കൊള്ളായിരുന്നല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ ഇന്നത്തെ ഒരു കുഞ്ഞു ഗെയിം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അമ്മേ കൊള്ളായിരുന്നല്ലേ. അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇതുപോലെ വീണ്ടും കാണാം. അപ്പൊ ബൈ ബൈ, സീ യു, ബൈ ഗൈസ്.